ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ്, നഷ്ടപറുദീസ എന്ന് പറയുന്ന എപ്പിക് പോയത്തിൻ്റെ ബാക്കി കഥ, അതായത് ലാസ്റ്റ് പാർട്ട് പറയുകയാണ്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗാർഡൻ ഓഫ് ഈഡൻ, ഏദൻ തോട്ടത്തിലേക്ക് നമ്മുടെ ലൂസിഫർ കടന്നു ചെല്ലുന്നു. ഒരു സെർപ്പൻറ്റിൻ്റെ രൂപത്തിൽ, ഒരു പാമ്പിൻ്റെ രൂപത്തിലാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ ഇവിടെ ഈവും ആഡമും സെപ്പറേറ്റഡായി ഏദൻ തോട്ടത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈവിൻ്റെ അടുത്ത് ചെന്ന്, അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, പ്രലോഭിപ്പിക്കുന്നു. അപ്പോൾ ഈ വിലക്കപ്പെട്ട കനി കഴിക്കാൻ ഈവ് നിർബന്ധിതയാവുന്നു. ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ദൈവ ദൂതന്മാർ വീണ്ടും ഏഞ്ചൽസ് വന്ന് ഈവിനോടും ആഡത്തിനോടും ഈ ദൈവം പറഞ്ഞത് നിഷേധിച്ചതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം വിട്ടു പോകേണ്ടി വരും എന്ന് പറയുന്ന ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. നേരെ അപ്പോൾ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൂസിഫറിനെ ആദ്യം ദൈവം എവിടേക്ക് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നു. അതുവരെ പാമ്പുകൾ നടന്നാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ദൈവം പറയും, ഇനി മുതൽ നിങ്ങളെല്ലാവരും വയറുകൊണ്ട് നീന്തി ഇഴഞ്ഞു മാത്രമേ നിങ്ങൾക്ക് സഞ്ചരിക്കാനാവൂ എന്നാണ് ദൈവം ശിക്ഷ വിധിക്കുന്നത് പാമ്പുകൾക്ക്. ലൂസിഫറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ശിഷ്യന്മാരെല്ലാം, ലൂസിഫറിൻ്റെ ബാക്കി ശിഷ്യന്മാരെല്ലാം പാമ്പുകളായി മാറി എന്നാണ് ഈ പോയത്തിൽ പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറയുകയാണെങ്കിൽ, അടുത്ത് ആഡത്തിനും ഈവിനും സ്വർഗരാജ്യം വിട്ടു പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ ദൈവദൂതന്മാർ അതിനായി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ആഡമിനോട് വീണ്ടും ഈ വന്ന ദൈവദൂതന്മാർ പറയും, ദൈവം നിശ്ചയിക്കുന്ന വിധികൾ ഇതാണ്: ഇനി മുതൽ ഈവ് സ്വന്തം മക്കളെ വേദനിച്ച് പ്രസവിക്കും. അതുമാത്രമല്ല, ആഡമാണെങ്കിൽ ആഹാരത്തിന് വേണ്ടിയും പാർപ്പിടത്തിന് വേണ്ടിയും ഇങ്ങനെ മനുഷ്യ ഹണ്ട് ചെയ്ത്, അതായത് വേട്ടക്കാരനായി മാറി സ്വന്തം വീടിന് വേണ്ടിയുള്ള ഭക്ഷണം സ്വയം ഉണ്ടാക്കി കഴിക്കേണ്ട ഒരവസ്ഥയുണ്ടാവും. ഇതെല്ലാം അതുപോലെ സ്വർഗത്തിലൊരു ശീതളമായ കാലാവസ്ഥയാണ്. അതായത് തണുപ്പില്ല, അധികം ചൂടില്ല, മിതമായ ഒരു കാലാവസ്ഥ. ദൈവം ഇവിടെ പറയുന്നത്, ഞാൻ പറഞ്ഞ കാര്യം നിഷേധിച്ചതുകൊണ്ട് നിങ്ങൾക്കിനി കൊടിയ, അതായത് കടുത്ത വർഷകാലവും അതുപോലെ തന്നെ പേമാരിയും അതുപോലെ വേനൽക്കാലവും, കടുത്ത വേനൽക്കാലവും അത് കഴിഞ്ഞുള്ള മഞ്ഞുകാലവും ഒക്കെ നിങ്ങൾക്ക് സഹിക്കേണ്ടതായി വരും. അതായത് കാലാവസ്ഥകൾ മാറി മറിയുന്ന ഒരവസ്ഥയിൽ ജീവിക്കേണ്ട അവസ്ഥയുണ്ടാകും. അതുപോലെ നിങ്ങൾ പലതരത്തിലുള്ള തിന്മകളിലും മനുഷ്യ രാശികൾ മുഴുവൻ അത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയും അതുപോലെ പരസ്പരം വേദനിപ്പിച്ചുമൊക്കെ ആയിരിക്കും ഇനിയുള്ള നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാണ് ദൈവം ഭൂമിയിലേക്ക് ആഡത്തിനെയും ഈവിനെയും അയക്കാനുള്ള സർവ്വ തയ്യാറെടുപ്പുകളും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ ദൈവ ഏഞ്ചൽ വന്ന് പറയുമല്ലോ, നിങ്ങളിനി അങ്ങനെയായിരിക്കും ഭൂമിയിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ആഡത്തിനെ ഒരു വലിയ കുന്നിൻ്റെ മുകളിലേക്ക് ഈ മാലാഖ നയിക്കുന്നുണ്ട്. അവിടെ വെച്ച് ആഡത്തിൻ്റെ മക്കൾ, പിന്നെ അതിന് ശേഷമുള്ള ഗ്രാൻഡ് ചിൽഡ്രൻ, ഇവരൊക്കെ ഇങ്ങനെ ജനിക്കുന്നതും മരിക്കുന്നതും ഒക്കെ കാണുകയാണ്. അതുപോലെ തന്നെ മനുഷ്യരാശി ഏറ്റവും തീവ്രമായ ചേതോവികാരങ്ങളിൽ, അതായത് കൊല്ലുകയും തമ്മിൽ അടികൂടുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ കാഴ്ചയിൽ കാണുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതേസമയം തന്നെ ദൈവം എന്ത് ചെയ്യുന്നു? വലിയ പേമാരിയായി വന്ന് മുഴുവൻ മനുഷ്യരാശിയെയും നശിപ്പിക്കുന്ന ഒരു കാഴ്ച ഈ കുന്നിൻ്റെ മുകളിലിരുന്ന് ആഡം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മാലാഖ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നെയാണ് ഇതെല്ലാം കാണുന്നത്. അപ്പോഴാണ് ആഡം കാണുന്നത് ദൈവത്തിനോട് ചെയ്ത തെറ്റെത്ര വലുതാണ് എന്നുള്ളത് ആഡം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അവനവൻ ചെയ്ത തെറ്റ് സ്വയം മനസ്സിലാക്കിക്കൊണ്ടാണ് ആഡം ഇതെല്ലാം കാണുന്നത്. അപ്പോഴാണ് ആഡം കാണുന്നത് ഈ കടുത്ത പേമാരിയിലും അതുപോലെ വെള്ളപ്പൊക്കത്തിലും നോഹയുടെ പേടകം മാത്രം, നോഹയുടെ കുടുംബം നോഹ ഉണ്ടാക്കിയ പേടകത്തിൽ രക്ഷപ്പെടുന്നത് കണ്ടു. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് ആരെയും വേദനിപ്പിക്കാതെ ആരെയും വഞ്ചിക്കാതെ ഒരു നല്ല ജീവിതം നയിച്ച നോഹയ്ക്ക്
സ്വന്തം പേടകത്തിൽ അത്രയും കടുത്ത പേമാരിയെയും വെള്ളപ്പൊക്കത്തിനെയൊക്കെ ജയിച്ച് വരാനാകുന്ന കാഴ്ച ഈ കുന്നിൻ മുകളിലിരുന്ന് ആഡം കാണുകയാണ്. ഉൾക്കാഴ്ചയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുന്നുണ്ട്, മിന്നിമറയുകയാണ് കാഴ്ചകൾ. അപ്പോൾ ആഡത്തിനൊരു കാര്യം മനസ്സിലായി, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മളതിൽ യഥാർത്ഥത്തിൽ പ്രായശ്ചിത്തം ചെയ്ത് ഇനിയുള്ള കാലം ഭൂമിയിൽ പോകുമ്പോൾ നമ്മൾ സന്തോഷത്തോടെയും ദൈവത്തിനെ സ്തുതിച്ചും മാത്രമായിരിക്കും ജീവിക്കുന്നത്. അതുപോലെ തന്നെ സാത്താനെ, അതായത് ഈ ലൂസിഫറിനെ വെറുത്തുകൊണ്ടും നമ്മൾ മുന്നോട്ടുള്ള ജീവിതം അങ്ങനെയായിരിക്കും അവിടെ നയിക്കുന്നത് എന്നുള്ള തീരുമാനമെടുത്ത് കുന്നിറങ്ങി ആഡം വരികയാണ്. ഈ സമയം ഈവ് ഒരു നല്ല മയക്കത്തിലാണ്. അപ്പോൾ ഈവ് ആ മയക്കത്തിൽ നിന്നുണരുമ്പോൾ ഈവ് കാണുന്നത് സുന്ദരമായ ഏതോ ഒരു സ്വപ്നത്തിൽ ഒരു ഉറങ്ങി എഴുന്നേറ്റ ഒരു ഫീലോട് കൂടിയാണ് ഈവ് പറയുന്നത് ഞാൻ മനോഹരമായ മാലാഖകളെയും അതുപോലെ തന്നെ വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ് എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടത്. ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ സ്വപ്നമായിരുന്നു എൻ്റേത് എന്ന് ഈവ് പറയുന്നു. അപ്പോൾ ആഡവും ഈവും നേരെ ഭൂമിയിലേക്ക് നടന്നകലുന്നതോടുകൂടിയാണ് പാരഡൈസ് ലോസ്റ്റ് അവസാനിക്കുന്നത്. അതായത് നഷ്ടസ്വർഗം അഥവാ നഷ്ടപറുദീസ എന്ന് പറയുന്ന ഈ മഹാകാവ്യം എപ്പിക് പോയമാണല്ലോ, ഇതിഹാസ കാവ്യം എന്ന് പറയും. ഇത് ഇവിടെ അവസാനിക്കുകയാണ്. ജോൺ മിൽട്ടൻ്റെ രണ്ടുപേരും അനന്തതയിലേക്ക് നടന്നകലുകയാണ്. അവിടെയാണ് ഈ കഥ സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതിനകത്തുള്ള ഒരു ഗ്രേറ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുക, ആരോടും അറിഞ്ഞുകൊണ്ട് ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാതിരിക്കുക. ഇനി അഥവാ നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിപ്പോയാൽ നമ്മൾ ആത്മാർത്ഥമായി ക്ഷമ പറയുക. ദൈവം നമുക്ക് തന്ന മനോഹരമായ ഈ ജീവിതം നമ്മൾ മറ്റുള്ളവരെ ആരെയും വേദനിപ്പിക്കാതെ നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ സന്തോഷിച്ച് പരസ്പരം വേദനിപ്പിക്കാതെ, കഴിവിൻ്റെ പരമാവധി വേദനിപ്പിക്കാതെ ജീവിക്കുക എന്നുള്ള ഒരു വലിയ സന്ദേശമാണ്. ദൈവം എന്ന് പറയുന്ന ആ ശക്തി നമ്മളെല്ലാവരിലും ഉപരിയാണ് എന്നിവിടെ ഈ പോയട്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, അല്ലേ? നമ്മളെ എല്ലാവരെയും നയിക്കുന്ന ഒരു ശക്തി അത് എന്തായാലും ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഓരോ ദിവസവും നമുക്ക് കിട്ടിയ അനുഗ്രഹീതമായ ജീവിതത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു, ടേക്ക് കെയർ. അതുപോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും 500 സബ്സ്ക്രൈബർ നമ്മൾ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതെൻ്റെ യാതൊരു വിധമായ കഴിവുകൊണ്ടാണെന്ന് ഞാൻ പറയില്ല. എല്ലാം പ്രേക്ഷകരായ വ്യൂവേഴ്സായ ഓരോ സബ്സ്ക്രൈബേഴ്സിനും പ്രേക്ഷകരായ നിങ്ങളുടെ ഒരു ദാനമാണ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള സ്നേഹവും ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ. അടുത്ത വ്ളോഗിലൂടെ കാണാം കേട്ടോ.